ഹലോ ഗേസ്, നിങ്ങൾക്കറിയോ ഡാൻസ് പഠിക്കാൻ പ്രായം ഒരു വിഷയമല്ല എന്നുള്ള കാര്യം? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കുറേ വർഷം ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നേ. കുറേ വർഷം പഠിച്ചതിന് ശേഷം അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് പഠനവും ഡാൻസും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാണ്ടായാൽ ഞാൻ ഡാൻസ് നിർത്തിയതാട്ടോ. പക്ഷേ ഞാൻ നാട്ടിലെ പരിപാടിക്കായാലും സ്കൂളിലെ പരിപാടിക്കായാലും ഈ നാടോടി നൃത്തം, അതേപോലെ സംഘനൃത്തം, ഒപ്പന, തിരുവാതിര എല്ലാത്തിനും ഞാൻ പങ്കെടുക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു മലയാളി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഡാൻസ് ടീച്ചറുടെ പേര് ആതിരയാണ്. ആതിര അമ്മമാർക്കും കുട്ടികൾക്കും ഹിന്ദിക്കാർ പിള്ളേർക്കും എല്ലാം എടുക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും ഹിന്ദിക്കാർ പിള്ളേരൊക്കെ ക്ലാസിക്കൽ ഡാൻസ് വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ബേസിക് സ്റ്റെപ്സൊക്കെ എടുത്തു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സ്റ്റെപ്സും ഡാൻസൊന്നും മറന്നിട്ടില്ല എന്ന്. പക്ഷേ അതിന് ശേഷം ഈ മുദ്രകൾ എടുക്കാൻ തുടങ്ങി. മുദ്രകളെ പേര് ശരിക്കും പറഞ്ഞാൽ ഞാൻ മിക്ക മുദ്രകളെ പേരും മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ആതിര വീണ്ടും മുദ്രകളെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞാൽ ആ പണ്ടത്തെ ഹേമ ടീച്ചർ ക്ലാസ്സിലേക്ക് പോയൊരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു കേട്ടോ എനിക്ക്. പണ്ടത്തെ പോലെയൊന്നും ഇപ്പോൾ കളിക്കാൻ പറ്റില്ല. പണ്ട് മെലിഞ്ഞിട്ടായിരുന്നു, പക്ഷേ ഇപ്പം നല്ല തടിയൊക്കെ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.